ഹലോ, ട്രാവൻകൂർ ഹിസ്റ്ററി പാർട്ട് 6ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു പാർട്ടിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് സ്വാതി തിരുനാളിനെ കുറിച്ചാണ്. സ്വാതി തിരുനാളിനെ പറ്റിയൊക്കെ എല്ലാവരും കേട്ട് കാണും അല്ലേ? ഒരു സംഗീതജ്ഞൻ എന്ന നിലയിലും അതുപോലെ നല്ലൊരു ഭരണകർത്താവ് എന്ന നിലയിലുമൊക്കെ ഒരുപാട് പേര് എല്ലായ്പ്പോഴും ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് സ്വാതി തിരുനാൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ മുമ്പത്തെ എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇദ്ദേഹം ഗർഭത്തിലിരുന്നപ്പോൾ തന്നെ രാജാവായിട്ട് അവരോധിക്കപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് ഗർഭശ്രീമാൻ എന്നൊരു പേരും ഇദ്ദേഹത്തിനുണ്ട്. സംഗീതജ്ഞരിൽ രാജാവും രാജാക്കന്മാരിൽ സംഗീതജ്ഞനും എന്നാണ് സ്വാതി തിരുനാൾ അറിയപ്പെട്ടിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഭരണകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവിതാംകൂറിൻ്റെ സാംസ്കാരിക രംഗത്തെ സുവർണ കാലഘട്ടം എന്നാണ് വിശേഷിക്കപ്പെടുന്നത്. ഗർഭസ്ഥ ശിശുവായിരിക്കെ തന്നെ രാജ്യത്തിൻ്റെ അടുത്ത കിരീടാവകാശിയായി തീർന്ന അദ്ദേഹം ഗർഭശ്രീമാൻ എന്നും അറിയപ്പെട്ടു. സംഗീതം, സാഹിത്യം, ഇതര കലകൾ, സംസ്കാരം തുടങ്ങിയവയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ഇത്രയും സേവനമനുഷ്ഠിച്ചിട്ടുള്ള മറ്റൊരു തിരുവിതാംകൂർ രാജാവ് വേറെയില്ല. സകല കലകളുടെയും സുവർണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സ്വാതി തിരുനാളിൻ്റെ ഭരണകാലത്ത് താസിൽദാർമാരെക്കാളും കൂടുതൽ ശമ്പളം കൊട്ടാരത്തിലെ ഗായകർക്ക് നൽകിയിരുന്നു. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള സംഗീതജ്ഞരും ഗായകരും അദ്ദേഹത്തിൻ്റെ സദസ്സിൽ ഒത്തുകൂടി. കർണാടക സംഗീതത്തിലെ അതികായനായിരുന്ന മേരുസ്വാമിയും മുത്തുസ്വാമി ദീക്ഷിതരുടെ ശിഷ്യരായ വടിവേലു, പൊന്നയ്യ, ചിന്നയ്യ, ശിവാനന്ദർ ഇങ്ങനെ 4 പേര്. ആരൊക്കെ? വടിവേലു, പൊന്നയ്യ, ചിന്നയ്യ, ശിവാനന്ദൻ. ഇങ്ങനെ തഞ്ചാവൂർ നാൽവർ എന്നറിയപ്പെട്ടിരുന്ന സഹോദരന്മാരും അഗാധ പ്രതിഭാശാലിയായിരുന്ന ഷഡ്കാല ഗോവിന്ദമാരാരും അദ്ദേഹത്തിൻ്റെ സദസ്സ് അലങ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ സദസ്സിലെ കവികളിൽ പ്രമുഖർ ഇരയിമൻ തമ്പിയായിരുന്നു. ഇദ്ദേഹം സ്വാതി തിരുനാളിന് വേണ്ടി രചിച്ചതാണ് പ്രശസ്തമായ ഓമനത്തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന പാട്ട്. രാവണ വിജയം ആട്ടക്കഥയുടെ കർത്താവായിരുന്ന വിദ്വാൻ കിളിമാനൂർ രാജരാജവർമ്മ കോയിത്തമ്പുരാൻ സ്വാതി തിരുനാളിൻ്റെ ഉറ്റ മിത്രമായിരുന്നു. സംഗീതജ്ഞൻ എന്ന നിലയിൽ സ്വാതി തിരുനാൾ അർപ്പിച്ച സംഭാവനകൾ അദ്ദേഹത്തെ കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികളായ ത്യാഗരാജസ്വാമികൾ, മുത്തുസ്വാമി ദീക്ഷിതർ, ശ്യാമശാസ്ത്രികൾ എന്നിവർക്ക് സമശീർഷനാക്കി തീർത്തു. റാണി ഗൗരി ലക്ഷ്മിബായുടെയും ചങ്ങനാശ്ശേരി രാജരാജവർമ്മ കോയിത്തമ്പുരാൻ്റെയും മകനായി 1813 ഏപ്രിൽ 16 സ്വാതി തിരുനാൾ ജനിച്ചത്. എൻ്റെ അതേ ബർത്ത്ഡേ ആണ്. കിരീടാവകാശിയായ അദ്ദേഹത്തിന് വിവിധ വൈജ്ഞാനിക ശാഖകളിൽ അറിവ് പകരുന്നതിന് മികച്ച വിദ്വാൻമാരെ നിയോഗിച്ചിരുന്നു. പ്രായപൂർത്തിയായതോടുകൂടി അദ്ദേഹം സംസ്കൃതം, ഇംഗ്ലീഷ്, പേർഷ്യൻ, ഹിന്ദുസ്ഥാനി, മറാത്തി, തെലുങ്ക്, കന്നഡ, തമിഴ്, മലയാളം എന്നീ ഭാഷകളിൽ നല്ല പാണ്ഡിത്യം നേടിക്കഴിഞ്ഞിരുന്നു. തൻ്റെ ചിറ്റമ്മയിൽ നിന്ന് 16-ാം വയസ്സിൽ 1829 ഏപ്രിൽ 21 അദ്ദേഹം ഭരണമേറ്റെടുത്തു. തനിക്ക് മുമ്പ് 18 വർഷം മാതാവും ചിറ്റമ്മയും നീതിയുക്തമായ ഭരണം നടത്തി സമ്പൽ സമൃദ്ധമായ രാജ്യമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഭരണരംഗത്ത് നിരവധി പരിഷ്കരണങ്ങൾ സ്വാതി തിരുനാളിൻ്റെ കാലത്ത് ഉണ്ടായി. തിരുവനന്തപുരം പൂർണ്ണമായ അർത്ഥത്തിൽ തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനമായത് ഇക്കാലത്താണ്. വളരെ കാലമായി കൊല്ലത്ത് നടന്നുകൊണ്ടിരുന്ന ഹുസൂർ കച്ചേരിയും മറ്റ് പ്രധാനപ്പെട്ട ഓഫീസുകളും മഹാരാജാവിൻ്റെ ആസ്ഥാനത്തിനടുത്താക്കി തിരുവനന്തപുരം കോട്ടയ്ക്കകത്താക്കി മാറ്റി സ്ഥാപിച്ചു. സർക്കാർ കാര്യങ്ങൾ പെട്ടെന്ന് പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കാൻ ഇത് സഹായകരമായി മാറി. തിരുവനന്തപുരത്തെ നേപ്പിയർ കാഴ്ച ബംഗ്ലാവിനും വാനനിരീക്ഷണ കേന്ദ്രത്തിനും മൃഗശാലയ്ക്കും എഞ്ചിനീയറിംഗ് വകുപ്പിനും രൂപം കൊടുത്തത് സ്വാതി തിരുനാളാണ്. കൃഷിക്കാർക്ക് വേണ്ടി കൃഷി, പൊതുമരാമത്ത് വകുപ്പ് എന്നിവ സ്ഥാപിച്ചു. നിയമ നീതിന്യായ രംഗങ്ങളിലും ശ്രദ്ധേയമായ പുരോഗതിയുണ്ടായി. നീതിന്യായ വകുപ്പ് പുനഃസംഘടനയുടെ ഭാഗമായി അപ്പീൽ കോടതികൾ, ജില്ലാ കോടതികൾ, മുൻസിഫ് കോടതികൾ എന്നിങ്ങനെ 3 തലത്തിലുള്ള നീതിന്യായ സംവിധാനങ്ങൾ രൂപം നൽകി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രദേശത്ത് നടപ്പിലാക്കിയിരിക്കുന്ന പോലെ നിയമങ്ങൾ തിരുവിതാംകൂറിനും ഒരു നിയമസംഹിത ക്രോഡീകരിക്കാൻ മഹാരാജാവ് ആഗ്രഹിച്ചു. മദ്രാസ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന ഇട്ടിരായച്ചൻ കണ്ടപ്പൻ എന്ന തഹസിൽദാരെ 1835
തിരുവിതാംകൂർ സർവീസിലേക്ക് അദ്ദേഹം കൊണ്ടുവരികയും അദ്ദേഹത്തെ ദിവാൻ പേഷ്കാർ എന്ന പദവിയിൽ നിയമിക്കുകയും ചെയ്തു. ആരെ? കണ്ടപ്പനെ കേട്ടോ. കണ്ടം മേനോൻ എന്നറിയപ്പെട്ട ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥർ ഉൾക്കൊള്ളുന്ന ഈ കമ്മിറ്റിയെ നീതി നിയമ സംഹിത എഴുതിയുണ്ടാക്കാൻ രാജാവ് നിയോഗിച്ചു. അവർ തയ്യാറാക്കിയ നിയമസംഹിത തിരുവിതാംകൂറിന്റെ നിയമമായി വിളംബരം ചെയ്ത് പ്രയോഗത്തിൽ വരുത്തി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണ സംവിധാനത്തിന്റെ മാതൃകയിൽ മജിസ്ട്രേറ്റ് കോടതികളും പോലീസ് വകുപ്പും പരിഷ്കരിച്ചു. മദ്രാസ് ഗവർണറായിരുന്ന ലൂഷിംഗ്ടൺ തിരുവിതാംകൂർ സന്ദർശിച്ചു. സ്വാതി തിരുനാൾ കൊല്ലത്ത് ചെന്ന് അദ്ദേഹത്തെ കണ്ടു. ബ്രിട്ടീഷ് സൈന്യത്തിന്റെ കാവാത്തും വേഷവിധാനവും സ്വാതി തിരുനാളിനെ എന്തെന്നില്ലാതെ ആകർഷിച്ചു. കൊല്ലത്തു നിന്നും അദ്ദേഹം മടങ്ങിയത് തന്റെ നായർ ബ്രിഗേഡിനെ കൂടുതൽ പരിഷ്കരിക്കണമെന്ന തീരുമാനവുമായാണ്. പുതിയ സൈനിക യൂണിഫോമും സൈനിക പരിശീലന സംവിധാനവും അദ്ദേഹം ഏർപ്പെടുത്തി. അതുവരെ തിരുവിതാംകൂർ സൈനികരുടെ വേഷം മുണ്ടും കോട്ടും തലപ്പാവുമായിരുന്നു. അന്ധവിശ്വാസത്തിൽ അടിയുറച്ചതും പ്രാകൃതവുമായ ശിക്ഷാ സമ്പ്രദായങ്ങൾ സ്വാതി തിരുനാൾ നിർത്തലാക്കി. തിളച്ച നെയ്യിൽ കൈമുക്കി കുറ്റം കണ്ടുപിടിക്കുന്ന ശുചീന്ദ്രൻ കൈമുക്ക് സ്വാതി തിരുനാൾ നിർത്തൽ ചെയ്തു. വിഷജന്തുക്കൾക്കിടയിൽ കുറ്റവാളികളെ തള്ളിയിട്ട് വിഷമേറ്റാൽ കുറ്റവാളിയാണെന്ന് നിശ്ചയിക്കുന്ന ആചാരം മതിയാക്കി. സർക്കാർ ആഭിമുഖ്യത്തിൽ തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് സ്വാതി തിരുനാളിൻ്റെ കാലത്താണ്. 1834 അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു ഇംഗ്ലീഷ് സ്കൂള് സ്ഥാപിച്ചു. നാഗർകോവിലിൽ ഒരു സ്വകാര്യ സ്കൂൾ നടത്തിക്കൊണ്ടിരുന്ന ജെ റോബർട്ട്സിനെയാണ് ഇതിൻ്റെ ചുമതല ഏൽപ്പിച്ചത്. 1836 അത് രാജാസ് ഫ്രീ സ്കൂളായി മാറി. സൗജന്യ സർക്കാർ വിദ്യാലയം ആരംഭിച്ചതോടുകൂടി ഇതിലേക്ക് വിദ്യാർത്ഥികളെ തയ്യാറാക്കി അയക്കാൻ ഡിസ്ട്രിക്ട് സ്കൂളുകളും സ്ഥാപിക്കപ്പെട്ടു. വാണിജ്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ 1836 മഹാരാജാവ് 165 സാധനങ്ങളുടെ മേലുള്ള തീരുവ നിർത്തലാക്കി. 1837 വാന നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചത്. നിലംപുരയിടങ്ങളെല്ലാം അളന്നു തിട്ടപ്പെടുത്താനും തെങ്ങുകളിൽ നിന്നും മറ്റും ഫലവൃഷ്ടങ്ങൾ നിന്നുള്ള ആദായങ്ങളുടെ അടിസ്ഥാനത്തിൽ നികുതിയുടെ തോത് നിർണ്ണയിക്കാനുമുള്ള ഒരു റവന്യൂ സർവേയും 1837 ആരംഭിച്ചു. തഹസിൽദാർമാരുടെ സഹായത്തോടെ 1836 തിരുവിതാംകൂറിനടുത്തുള്ള കാനേഷുമാരി സ്വാതി തിരുനാളിൻ്റെ ശ്രദ്ധേയമായ നേട്ടങ്ങളിലൊന്നാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് എടുത്തത് 1872 വസ്തുത കൂടി പരിഗണിക്കുമ്പോഴാണ് ഇതിൻ്റെ പ്രാധാന്യം ബോധ്യമാവുന്നത്. ഇത് വളരെ ഇൻഫോർമലായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. 1836 സ്വാതി തിരുനാളിൻ്റെ കാലത്ത് നടന്നത്. പക്ഷേ നിങ്ങൾക്ക് ചോദ്യം വരുന്നത് ആദ്യത്തെ സെൻസസ് നടന്നത് സ്വാതി തിരുനാളിൻ്റെ കാലത്താണെന്ന് പറയുകയാണെങ്കിൽ അത് കറക്റ്റാണ്. പക്ഷേ ഒഫീഷ്യലായിട്ടുള്ള സെൻസസ് ആയിരുന്നില്ല എന്നുള്ള കാര്യം ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. കൊട്ടാരങ്ങളും അമ്പലങ്ങളും മറ്റും നിർമ്മിക്കുന്നതിനും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും വളരെ വിപുലമായ രീതിയിൽ ഒരു പൊതുമരാമത്ത് വകുപ്പും സംഘടിപ്പിച്ചു. നാഞ്ചിനാട്ടിൽ ഒരു ജലസേചന മരാമത്ത് വകുപ്പ് സ്ഥാപിക്കുകയും ഒരു സൂപ്രണ്ടിനെ നിയമിക്കുകയും ചെയ്തു. പാശ്ചാത്യ ചികിത്സാ സമ്പ്രദായത്തിൽ മഹാരാജാവിന് വിശ്വാസമുണ്ടായിരുന്നത് മൂലം തിരുവനന്തപുരത്ത് ഒരു സൗജന്യ ചികിത്സാ കേന്ദ്രം ആരംഭിക്കുകയും കൊട്ടാരം ബിഷഗ്വരനെ അതിൻ്റെ മേധാവിയായി നിയമിക്കുകയും ചെയ്തു. തിരുവനന്തപുരത്ത് കോട്ടയ്ക്കകത്ത് കൊട്ടാരത്തിനടുത്തായി ഒരു വലിയ ഗോശാല സ്വാതി തിരുനാൾ നിർമ്മിച്ചു. തദ്ദേശീയ ഇനം മാത്രമല്ല, ഗുജറാത്ത്, നെല്ലൂർ എന്നിവിടങ്ങളിൽ നിന്നും നല്ല ഇനം കാളകളെയും പശുക്കളെയും സംഭരിച്ചിരുന്നു. തഞ്ചാവൂരിൽ നിന്ന് ശില്പികളെ വരുത്തി അദ്ദേഹം നിർമ്മിച്ച മനോഹര സൗധമാണ് കുതിരമാളിക. കഴിവുറ്റ ഭരണാധികാരി എന്നതിനുപരി സമുന്നതനായ സംഗീതജ്ഞൻ, വിശിഷ്ടങ്ങളായ കീർത്തനങ്ങളുടെ രചയിതാവ് എന്നീ നിലകളിലും സ്വാതി തിരുനാൾ ഓർമ്മിക്കപ്പെടുന്നു. ശ്രീ പത്മനാഭദാസൻ എന്ന നിലയ്ക്കാണ് തൻ്റെ കുലദൈവത്തിൻ്റെ മാഹാത്മ്യം വർണ്ണിക്കാൻ അദ്ദേഹം കലാപ്രതിഭ ഉപയോഗിച്ചത്. 200ഓളം കീർത്തനങ്ങൾ അദ്ദേഹം രചിച്ചു. ഇവ അദ്ദേഹം സംഗീത ലോകത്തിന് നൽകിയ സംഭാവനകളുടെ സിംഹഭാഗമായി കണക്കാക്കപ്പെടുന്നു. കന്നഡയിലുള്ള ഒരെണ്ണമൊഴികെ മറ്റെല്ലാം കീർത്തനങ്ങളും സംസ്കൃതത്തിലാണ്. കന്നഡയിൽ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം സംസ്കൃതത്തിലാണ്. ഭൂരിപക്ഷങ്ങളും മഹാവിഷ്ണുവിനെ കുറിച്ചുള്ളതാണ്. മലയാളത്തിൽ രചിച്ച കൃതികളിൽ മുഖ്യം ഉത്സവ പ്രബന്ധമാണ്. ഭക്തിമഞ്ജരി, സ്യാനന്ദപുര വർണ്ണന പ്രബന്ധം, ശ്രീ പത്മനാഭ ശതകം, കുചേലോപ്യാഖ്യാനം തുടങ്ങി ഭക്തിപാരവശ്യം തുളമ്പുന്ന നിരവധി രചനകൾ സ്വാതി തിരുനാളിൻ്റെതായുണ്ട്.
ബ്രിട്ടീഷ് റെസിഡന്റായി തിരുവിതാംകൂറിലെത്തിയ കല്ലൻ സാഹിബുമായി ഒത്തുപോകാൻ പല കാരണങ്ങളാൽ സ്വാതി തിരുനാളിന് കഴിഞ്ഞില്ല. ഭരണരംഗത്ത് കല്ലൻ ചെലുത്തിയ അമിതമായ സ്വാധീനം അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി. കുലദൈവത്തിൽ മനസ്സർപ്പിച്ച് ആത്മീയമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകി അദ്ദേഹം ദിവസങ്ങൾ തള്ളി നീക്കി. അസുഖങ്ങൾ അദ്ദേഹത്തെ ആക്രമിച്ചു. ഏകാന്തതയെ ആ പ്രതിഭാശാലി സംഗത സഹചാരിയാക്കി. അങ്ങനെ 1846 ഡിസംബർ 25 33 വയസ്സിൽ അദ്ദേഹം നാട് നീങ്ങി. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം മഹാനായ പ്രതിഭയുടെ വിയോഗം ഒരു വലിയ ദുരന്തം തന്നെയായിരുന്നു. പക്ഷേ 17 വർഷത്തെ ഭരണം കൊണ്ട് അദ്ദേഹം എല്ലാ രീതിയിലും തിരുവിതാംകൂറിനെ ഒരുപാട് ഉയർച്ചയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെ പ്രതിഭാശാലിയായ ഒരു ഭരണാധികാരിയായിട്ട് എല്ലാവരും കണക്കാക്കപ്പെടുന്നുണ്ട്. സ്വാതി തിരുനാളിൻ്റെ ശാസ്ത്ര കൗതുകം കണക്കിലെടുത്ത് ബ്രിട്ടീഷ് റോയൽ സൊസൈറ്റി അദ്ദേഹത്തിന് ഓണററി അംഗത്വം നൽകിയ ചരിത്രരേഖകൾ വരെ ഇന്ന് ലഭ്യമാണ്. 18 ഭാഷകളോളം ഇദ്ദേഹത്തിന് വളരെ നന്നായിട്ട് സംസാരിക്കാൻ അറിയായിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പം സ്വാതി തിരുനാളിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. അങ്ങനെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള ഉത്രം തിരുനാളാണ് രാജ്യം പിന്നീട് ഏറ്റെടുക്കുന്നത്, അദ്ദേഹത്തിനെ പറ്റി സംസാരിക്കാം. അപ്പോൾ ശരി, താങ്ക്